നിങ്ങളെ ഞാൻ 2 ദിവസമായിട്ട് തേടുമായിരുന്നു നിങ്ങളെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തില്ലേ, 133, 338. അതിന് 10 ലക്ഷം രൂപ പ്രൈസ് അടിച്ചിരിക്കുന്നു. എന്റെ ടിക്കറ്റ് വരാൻ 10 ലക്ഷം രൂപ 10 ലക്ഷം അടിച്ചു. ശരിയാണോ? ഓക്കെ, അടിച്ചല്ലോ. അടിച്ചണ്ട് വിശ്വാസമായല്ലോ. വിശ്വാസമായി അടിച്ചണ്ട്. ദൈവമേ, ഞാൻ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പൊ ആ 10 ലക്ഷം രൂപ എങ്ങ് തരൂ. എങ്ങനെ 10 ലക്ഷം രൂപ എങ്ങ് തരൂ. എന്റെ കയ്യിലില്ല തരാൻ. സുഹൃത്തെ, അങ്ങനെ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തു, അതിന് 500 രൂപ പ്രൈസ് അടിച്ചു. താങ്കൾക്ക് ഞാൻ ടിക്കറ്റ് തന്നു, താങ്കൾ എനിക്ക് 500 തന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം എനിക്ക് താങ്കളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്തു, അതിന് 1000 രൂപ പ്രൈസ് അടിച്ചു. താങ്കളുടെ കയ്യിൽ ഞാൻ ടിക്കറ്റ് തന്നു, താങ്കൾ എനിക്ക് 1000 രൂപ. ഇപ്പോഴെനിക്ക് 10 ലക്ഷം രൂപ അടിച്ചു. ടിക്കറ്റ് ഞാൻ താങ്കളുടെ കയ്യിൽ തരുന്നു, എന്റെ 10 ലക്ഷം. അല്ല, അതെ, അത് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലൊക്കെ ഈ പൈസ കിട്ടുള്ളൂ. അതാണ്. എന്റെ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലയോ? എന്റെ കയ്യിൽ ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല. എന്തേ? തരാൻ പറ്റുമോ? ഇല്ല, എന്റെ കയ്യിൽ ഇല്ല, തരാൻ പറ്റില്ല. എന്തേ? നാടാ, പിടിയടാ നിന്റെ ടിക്കറ്റ്. എന്റെ 40 രൂപ എന്റെ 40 രൂപ ഇടും. നീ ആയിട്ട് ഒരു പരിപാടിയില്ല. ഒരു മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുക സുഹൃത്തെ, അത് മനസ്സിലാക്കണം. എന്ത് പ്രാന്തനാണ്. 10 ലക്ഷം രൂപ നിന്റെ 40. സുഹൃത്തെ, ഇനിയും ഒരു മനുഷ്യനെ പറ്റിച്ച് ജീവിക്കരുത്. ആര് പറ്റി താൻ പറയണ? പറ്റിച്ച് ജീവിക്കരുത്. അല്ലടോ, താൻ 10 ലക്ഷം രൂപ ടിക്കറ്റ് എന്ത് പ്രാന്തനാന്നാലോ.